السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങൾ, നിങ്ങളിൽ പലരും പ്ലസ് ടുവും അതുപോലെ 10ാം ക്ലാസ്സും കഴിഞ്ഞവരായിരിക്കും. ഇനി എനിക്ക് എടുക്കാൻ പറ്റിയ ഏത് വിഷയമാണ്, എനിക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വിഷയം ഏതാണ് എന്നെല്ലാം ചിന്തിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളിൽ പലരും. എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, മാഷേ എനിക്ക് പറ്റിയ ഏറ്റവും നല്ല വിഷയം ഏതാണ്? എനിക്ക് പ്ലസ് ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, എനിക്ക് പറ്റിയ ഏറ്റവും നല്ല വിഷയം ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ആ മക്കളോട് പറയാറുള്ളത്, നിങ്ങൾ ചോദിച്ചത് വെച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും ഈ ചോദ്യമെന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനും ഒരു സുഹൃത്തും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുന്ന് കയറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബസ് ഏതാണ്, അതൊന്ന് പറഞ്ഞു തരുമോ? സത്യം പറഞ്ഞാൽ അതുപോലത്തെ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ആരെങ്കിലും ഒരാളങ്ങനെ ചോദിക്കോ? ശരിക്കും എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്, അവിടേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ബസ് നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു വിഷയം പറഞ്ഞു തരുമോ? നല്ലൊരു വിഷയം അങ്ങനെയല്ല, നമ്മൾക്ക് പറ്റിയ അനുയോജ്യമായ വിഷയം എന്നാണ്. അനുയോജ്യമായത്, നമ്മൾക്ക് ഏതാണോ അനുയോജ്യമായത് ആ ഒരു വിഷയമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അഥവാ അത് ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ സൗദി അറേബ്യ പോയി, അവിടെ പോയി അവിടെയുള്ള ഈത്തപ്പനക്കുരു ഇവിടെ കൊന്നിട്ട് കുഴിച്ച് നടുകയാണ്. അത് എന്താകില്ല, ഒരിക്കലും ഒരു ഈത്തപ്പനയായി വളർന്നു വരികയില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ചക്കയും മാങ്ങയും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലോ അവിടെയും വളരുകയില്ല. അതാണ് അത് എന്താണ്, അതിന് ഓരോ വിത്തിനും അതിന് അനുയോജ്യമായ ഒരു മണ്ണുണ്ട്. ആ മണ്ണിൽ കുഴിച്ചിട്ടാലേ അത് വലിയ വൃക്ഷങ്ങളായി തണലും ഫലങ്ങളും നൽകുന്ന നല്ല വൃക്ഷങ്ങളായി മാറുകയുള്ളൂ. അതുപോലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അനുയോജ്യമായ ഒരു കരിയർ, അനുയോജ്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങൾ ഫലങ്ങൾ നൽകപ്പെടുന്ന, തണൽ നൽകപ്പെടുന്ന നല്ല വൃക്ഷങ്ങളായി നിങ്ങൾക്ക് മാറാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു കരിയർ, എങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ ലക്ഷ്യം ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എന്ന് പലരും സംശയിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം, നമ്മൾ പല ആളുകളും പല സ്വഭാവക്കാരാണ്. നമ്മൾ സ്വനിരീക്ഷണത്തിലൂടെ നമ്മുടെ കരിയറിനെ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെറിയ വിഷമം വരുമ്പോഴത്തേക്ക് തളർന്നു പോകുന്ന അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ പല നഷ്ടങ്ങളും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവൻ്റെ മുന്നിലേക്ക് വരും. ആ പ്രശ്നങ്ങളെയും, അതും വലിയ സാമ്പത്തികമായ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന നല്ല മനക്കരുത്തുള്ള ഒരാൾക്കേ അത് കഴിയുള്ളൂ. നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചോര കണ്ടാൽ തലമിഞ്ഞു വീകണ ഒരാൾ, അയാളെ പോയി കണ്ട് ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ ആക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് നമ്മൾക്ക് അനുയോജ്യമായ, നമ്മുടെ ജീവിതശൈലിയുമായി അനുയോജ്യമായ നല്ല ഒരു കരിയർ നമ്മൾ കണ്ടെത്തുക. അതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിലേക്ക് എത്തിപ്പെടാൻ, അതും നല്ല ഒരു ക്വാളിഫൈ ആയ രൂപത്തിൽ നല്ല കോളേജുകളിൽ, നല്ല ഉന്നതലങ്ങളിൽ, അതിൽ തന്നെ ഉന്നതലങ്ങളിൽ എത്താൻ വേണ്ടി നല്ല രീതിയിൽ പഠിച്ച് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ കരിയർ വിജയപൂർണ്ണമാവുക. നല്ല ഒരു കരിയർ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കരിയറിന് കണ്ടുകൊണ്ട് അവരെ പോലെ ആകാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാകരുത് നമ്മളുടെ. നമ്മളുടെ
ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള അനുയോജ്യമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ശ്രമിക്കുക. എന്നാലാണ് വലിയ വൃക്ഷങ്ങളായി ഫലങ്ങളും തണലും നൽകുന്ന വലിയ വൃക്ഷങ്ങളായ വലിയ ഒരു നേട്ടം കൈവരിക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.